അനുമോള് ചപ്പാത്തിക്കള്ളിയും അനുമോളുടെ അച്ഛൻ ചക്കരക്കള്ളനുമാണെന്നാണ് അപ്പാനി ശരത്ത് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ലൈവിൽ നടന്ന സംഭവങ്ങളാണ്. എന്തെല്ലാമാണ് അനുമോൾക്ക് ഇന്ന് ഈ വീട്ടിലെ വലിയ പണിയുടെ ചെറിയ പണിയാണ്. ഇന്ന് വൈൽഡ് കാർഡ്സ് വന്ന് ചെറിയ പണി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് പറയുന്നവരെ മിണ്ടാതിരിക്കണം, അങ്ങനെ ഒരു ടാസ്ക്കാണുള്ളത്. ആ ടാസ്കിൽ മിണ്ടാതെ നടക്കുന്ന അനുമോളുടെ പുറകെ നടന്ന് എന്തെല്ലാമാണ് ഈ അപ്പാനി ശരത്ത് കാണിച്ചു കൂട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കും. ശരിക്കും കയറി ചെന്ന് രണ്ടെണ്ണം സത്യം പറഞ്ഞാൽ രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നുന്നു പറയില്ലേ, അതുപോലെ തന്നെയാണ്. അത്രയും മോശം ബിഹേവിയർ. പുറകെ നടന്ന് ആ പെൺകൊച്ചിനെ എന്തെല്ലാമാണ് പറഞ്ഞത്. പ്രാകുന്നു, ശപിക്കുന്നു, കളിയാക്കുന്നു, കാർക്കിച്ച് തുപ്പൂന്ന് പറയുന്നു, കുഴി കിടക്കുമെന്ന് പറയുന്നു. പറയാനിനി ഒന്നുമില്ല. അതെല്ലാം ഓർത്ത് വെച്ച് അതായത് കേൾക്കാൻ അരോചകമാണ്, പിന്നെല്ലാം ഓർത്ത് വെച്ച് സംസാരിക്കാൻ പറ്റുന്ന അത്രയും മോശം കാര്യങ്ങൾ. എന്തിനാണ് ഇതിന് മാത്രം എന്താണ് അപ്പാനി ശരത്തിന് ഈ അനുമോളോട് ഇത്രയ്ക്ക് വ്യക്തിവൈരാഗ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ കാര്യങ്ങൾ അനുമോൾ എന്തൊക്കെയോ ചെയ്തു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. പിന്നെ അനുമോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഡ്രാമ കാണിക്കുന്നു, കരച്ചിൽ കാണിക്കുന്നു. ഇതൊക്കെയാണ് ഇവരുടെ പരാതി. ഓക്കെ, അത് അവരുടെ ഗെയിമാണെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് വിട്ടുകൂടെ? അതിൻ്റെ പേരിൽ ഇവരെന്തിനാണ് ഇവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവരെന്തിനാണ് അനുമോളുടെ പുറകെ നടക്കുന്നത്? അനുമോൾ കണ്ടന്റ് ഉണ്ടാക്കുന്നു, എല്ലാം ഒക്കെ ഗെയിമാണ്. ഓക്കെ, അതെല്ലാം എല്ലാ കാര്യങ്ങളും അനുമോൾ ചെയ്യുന്നു. അത് അങ്ങനെ ആവാം, ഗെയിം ആവാം, ഗെയിം അല്ലാതാവാം, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇവരെന്താണ് ചെയ്യുന്നത്? അനുമോളുടെ പാവം വരെ കണ്ടന്റ് ആക്കുകയാണ് ഇവര്. അനുമോളുടെ പുറകെ നടന്നുകൊണ്ട് ഇത് കണ്ടന്റ് ഉണ്ടാക്കുന്നു. വേറെ എന്താണ് അവരോട് ചെയ്യാനുള്ളത്? അല്ലെങ്കിൽ പിന്നെ അനീഷിനെ മിക്കിട്ട് കയറും. ഇന്ന് അനീഷ് പറയുന്നുണ്ട് ശരിക്കും അപ്പാനിയോട് വല്ല പ്രഷറിൻ്റെ ഗുളിക കഴിച്ചില്ലെങ്കിൽ പോയി കഴിക്കാനും. വെറുതെ ആ അനീഷ് എത്ര ഇതായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴേ കുറച്ച് നേരം അപ്പുറത്ത് പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെയും അനുമോളുടെ പുറകെ തന്നെയാണ്. മുഖത്ത് കാർക്കിച്ച് തുപ്പെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിന് കരിപ്പെട്ടി കച്ചവടക്കാരൻ്റെ മോൻ. എന്താ കരിപ്പെട്ടി വിൽപ്പന നടത്തുന്ന ഇത്ര മോശം കാര്യമാണോ? ഈ കരിപ്പെട്ടി മേടിച്ചിട്ടല്ലേ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത്. ഒരാളെ വിറ്റാലല്ലേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കരിപ്പെട്ടി തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന് എന്താണ് മോശം? അങ്ങനെ എന്തെല്ലാം ബിസിനസ് ആരെല്ലാം ചെയ്യുന്നു. പിന്നെ അപ്പാനി ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ഈ റബ്ബർ പെട്ടി അച്ഛൻ ജീവിച്ച കാര്യവും കഷ്ടപ്പെട്ട് വന്ന ഈ നിലയിലെത്തിയ കാര്യങ്ങളൊക്കെ വളരെ പറയുന്നുണ്ട്. എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങൾ വലുതാണ്, മറ്റുള്ളവരുടെ വരുമ്പോൾ പുച്ഛിക്കാനുള്ളതാണോ? അത് അനുമോൾ ആയതുകൊണ്ടാണ്. വേറെ ആര് പറഞ്ഞാലും അതിന് ആ വില കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് അനീഷ് വന്ന് അപ്പാനിയോട് ഇങ്ങനെ പറയുമ്പോൾ അനീഷിനെ എന്തോ കൊപ്ര കച്ചവടം എന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഈ അപ്പാനിക്ക് ഇതെന്താണ്? അപ്പാനി വലിയ ഹീറോ ആണല്ലോ അല്ലേ? 10-30 സിനിമകളിൽ അഭിനയിച്ച് വലിയ സ്റ്റാർഡം ഒക്കെ ഉള്ള ആളാണല്ലോ. എനിക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. എനിക്ക് ഈ അപ്പാനീനെ അറിയില്ലായിരുന്നു. ഇതിൽ വന്നതിന് ശേഷമാണ് പുള്ളിക്കാരൻ അവിടെ 10-30 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോഴാണ് ഒരു പക്ഷേ ഞാൻ അങ്ങനെ അധികം സിനിമ കാണാത്തതുകൊണ്ടായിരിക്കാം. എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ അമ്മേൻ്റെ ജിമിക്കി കമ്മൽ എന്ന് പറഞ്ഞൊരു അതൊക്കെ ഈ പുള്ളി അതാണെന്ന് പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. എന്തായാലും ഭയങ്കര മോശം കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ആ പെങ്കൊച്ചിൻ്റെ ഇങ്ങനെ പുറകെ നടന്ന? ഇവർ തന്നെ ഓൾറെഡി പറയുന്നു അവർ ഡ്രാമ കാണിക്കുന്നു, എല്ലാം അവരുടെ ഗെയിം. പിന്നെ എന്തിനാണ് ഇവർ പുറകെ പോകുന്നത്? അവരവിടെ ഗെയിം കളിക്കുകയോ എന്തെങ്കിലും ചെയ്തോളൂല്ലേ? അപ്പോൾ ഇവരുടെ ഗെയിം എന്താണ്? ഈ അനുവിൻ്റെ പുറകെ നടക്കലോ? സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. എന്തിനാണ് പിന്നെ ഈ അനു ജിസേൽ വിഷയത്തിൽ എനിക്ക് എന്താണ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജിസേലിൻ്റെ ആര്യൻ്റെ വിഷയത്തിൽ അനു സംസാരിച്ച കാര്യം അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അവർ പ്രോഗ്രസീവ് ചിന്താഗതിക്കാരാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു ഒന്ന് കിസ് ചെയ്താലും അത് വലിയ ഇഷ്യൂ ഒന്നുമല്ല. ആ പ്രോഗ്രസീവ് ചിന്താഗതി ഉള്ള ആളുകൾക്ക് പിന്നെ അത് അവർ വിഷയമാക്കി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്കതൊരു വിഷയമല്ലല്ലോ അവരുടെ ഇടയിൽ. അപ്പം അങ്ങനെ കാണുന്നവർ അങ്ങനെ കണ്ടോളൂ എന്ന് കരുതാവുന്നേ ഉള്ളൂ. പിന്നെ ഈ അനു വൈൽഡ് കാർഡൊക്കെ ചെന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകർ കണ്ട് എന്തൊക്കെയോ കണ്ടു എന്നുള്ളൊരു ധാരണയിൽ, അല്ലെങ്കിൽ അനു എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവാം, കണ്ടിട്ടില്ലാതിരിക്കാം. ഓക്കെ, അത് അങ്ങനെ അനു ചിന്തിക്കാതെ പറഞ്ഞതാവും. പക്ഷേ അത് പുള്ളി ഉള്ളതായതുകൊണ്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ജിസലും വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് ജിസൽ അതിനെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് ആ കാര്യത്തിൽ ജിസേലിന് നല്ലൊരു അപ്രീഷിയേഷൻ കൊടുക്കണം എന്ന് തോന്നി. കാരണം
ശരിക്കും പറഞ്ഞാൽ അവർ നല്ല രീതിയിലാണ് അതിൻ്റെ റിയാക്ട്. അനുവിനെ ഇന്നലെ ജയിലിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അനു പറഞ്ഞതിൽ തന്നെ ഉറച്ചിരിക്കുന്നു, ജിസയിലും പറഞ്ഞതിൽ തന്നെ ഉറച്ചിരിക്കുന്നു. അതെന്തെങ്കിലും ആട്ടെ, ഇനി സത്യം എന്തായാലും ഇനിയിപ്പോൾ അനു പറഞ്ഞത് സത്യമാണെങ്കിലും അതങ്ങനെയാണെന്ന് ബിഗ് ബോസ് അംഗീകരിക്കുകയൊന്നുമില്ല. അത് അനുവിന് തന്നെ പണി കിട്ടാനാണ് സാധ്യത. ആ പണിയൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ അനുവിനെക്കുറിച്ച് ഡോക്ടർ ബിന്നി അങ്ങനെയുള്ള ആര്യനൊക്കെ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളോ, ആര്യൻ പറയുന്നത് അനു അവനെ വശീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിന്നി പറയുന്നത് തെറ്റായ ചിന്താഗതിയോടുകൂടി ആര്യനെ കെട്ടിപ്പിടിച്ചു. ആര്യനും അപ്പോൾ ആ ഫീലിംഗ്, അയ്യോ ആ സംഭാഷണമൊക്കെ കേട്ടാൽ വളരെ മോശം കാര്യം. അതാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേര് ഇഷ്ടപ്പെട്ടിട്ട് പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേര് തമ്മിൽ കിസ് ചെയ്തു എന്ന് പറയുന്ന അങ്ങനെ ആ ഒരു ആരോപണത്തെക്കാളും വ്യക്തിഹത്യ ചെയ്യുന്ന വേറൊരു കാര്യമാണ്. അതായത് ഇഷ്ടമില്ലാത്തൊരു പുരുഷനെ വശീകരിക്കാൻ വേണ്ടി അതിന് പുറകെ നടക്കുന്നു, വശീകരിക്കാനുള്ള ചേഷ്ടകൾ കാണിക്കുന്നു, വശീകരിക്കാൻ വേണ്ടി കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ് കൂടുതൽ മോശമായിട്ട് ബാധിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ക്യാരക്ടറാണ് കൂടുതൽ മോശമെന്ന് കേൾക്കുന്നവർ കരുതുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനു ചെയ്തത് കൊണ്ട് ജിസയിലുണ്ടാകാൻ പോകുന്ന അതായത് വ്യക്തിഹത്യയേക്കാൾ കൂടുതലാണ് അനുവിനെതിരെ ഈ ആരോപണം നടത്തുമ്പോൾ അനുവിന് പുറത്തൊരു ജീവിതമില്ലേ, അനുവിനെ അത് ബാധിക്കില്ലേ. അതാണ് കൂടുതൽ സീരിയസ്. പക്ഷേ അതൊന്നും അവിടെ ആരും ഇതെല്ലാം അനു അത് കേട്ടിട്ടുമില്ല. പിന്നെ അതാരും പൊക്കി പിടിച്ചുകൊണ്ട് വരികയില്ല. ബിഗ് ബോസ് അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ തയ്യാറാവുകയില്ല. പക്ഷെ കാണുന്ന നമുക്ക് രണ്ട് ഭാഗവും കാണുമ്പം അത് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞത്. പക്ഷേ അതൊക്കെ പോട്ടെ, അതിലൊക്കെ തെറ്റോ ശരിയോ ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്. എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് അധികം സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അന്ന് വിടുന്നത്. പക്ഷേ ഇപ്പം ഇവരൊക്കെ കാണിക്കുന്നത് എന്താണ്? അപ്പനിശരത്ത് എന്തൊരു മോശമായിട്ടാണ് ഇന്ന് ലൈവിൽ ബിഹേവ് ചെയ്തത്. എനിക്ക് അത് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.